अस्सलाम वालेकुम अस्कर भाई। रामू अभी तक उधर पहुंचा नहीं। माफ कीजिए भाई, वो अभी पहुंचा है. രാമു ഇതെവിടെ പോയി കിടക്കുക? അരി എത്തിക്കാത്തതിന്റെ പേരിൽ കടക്കാർക്ക് വിളിച്ച് ചൂടാവുക. മലയാളിയാണെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ ജോലിക്ക് വെച്ചത്. സമയത്തിന് സാധനം എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവനെ പറഞ്ഞു വിട്ടേക്ക്. ഒന്ന് പെട്ടെന്ന് ചവിട്ടറേ, നിനക്ക് വേണ്ടി ആൾക്കാർ മറ്റും വെയിറ്റിംഗ് ആണെന്ന്. എന്നെ വണ്ടി ഇടിച്ചു കൊല്ലുവോ എന്താ? ठीक है भाई साहब ये लो। हर दिन तुम लेट आ रहे हो। भाई साहब माफ कीजिए ना, साइकिल पंचर हो गया। തൊള്ളേ ഞാൻ പഞ്ചറായെന്നോ? പച്ചക്കള്ളോണ്. दूसरे बार ऐसा लेट हो गया तो मुझे तुम्हारा ऑर्डर कैंसिल करना पड़ेगा। हम भाई है ना भाई साहब, छोड़ दो ना। अभी सुधरेगा नहीं है। आज हमको 5 पूरी चाहिए। भाई साहब मेरे साइकिल में 2 बोरी से ज्यादा नहीं आएगा। अरे कौन बोला पूरी साइकिल से लेके आने को? भाई साहब नहीं टेंशन लेने का, अपन बाकी 4 बोरी आप ही लेके आओ, फिक्र मत करो, 4 बोरी है ना। തൊള്ളേ 4 ചാക്ക, എനിക്ക് ഇനി ഓടാൻ പറ്റൂല. ഒരു കൊച്ചു കൈ കാണിച്ചിട്ട് നിർത്താണ്ട് പോയാല്. മോളെ വാ. നീ 2 ചാക്കും, ഇനി ഈ കൊച്ചിനെ കൂടെ ഞാൻ ചുമക്കണോടെ? കേട്ടോ, ഈ ചക്കര സൈക്കിൾ വിറ്റിട്ട് ഒരു ബൈക്ക് വാങ്ങിച്ചൂടെ? തള്ളേ വയറ് ഇറച്ച് കിട്ടിയല്ലേ, ഇനി ചവിട്ടി. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. तुम लोग मजाक करते हो क्या? साहब सिर्फ 2 घंटे लेट हो गया। कभी भी सामान सप्लाई करना नहीं चाहिए। भाई साहब साला। भाई साहब 1 प्लेट पूरी भाजी। 1 प्लेट? हाँ। भाई साहब माफ कीजिए ना, ऑर्डर कैंसिल। നിനക്കിനി ഇവിടെ പണിയില്ല. എന്റെ കാര്യം എന്താന്ന് താനൊന്നും പറയണ്ട. കേശവട്ടൻ റെക്കമെൻഡ് ചെയ്ത ആളായതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഞാനിവിടെ പണി തന്നത്. കച്ചവടക്കാർക്കെല്ലാം നിന്നെ കുറിച്ച് പരാതി മാത്രമേ പറയാനുള്ളൂ. എന്ത് വൃത്തിയായിട്ട് സ്വഭാവമല്ല അവരുടെ. ഒരാഴ്ചക്കുള്ളിൽ ഓട്ടോറിക്ഷ വാങ്ങിച്ചോളാന്ന് നീ പറഞ്ഞതല്ലേ? കൊല്ലം 2 കഴിഞ്ഞു. അത് ഈ തുരുമ്പിച്ച സൈക്കിളും കൊണ്ട് ഇനി ഈ പണി പറ്റില്ല. തുരുമ്പ് ഓടിച്ചത് നിനക്കാണ്, ഞാൻ ഹെർക്കുലീസാ, നല്ല പിക്കപ്പാ. ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്താൽ മുതലാവില്ല മുതലാളി. ഒരു ഓട്ടോ മേടിക്കണോ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. വേറെ വർത്താനില്ല. എന്നെ വെറുതെ തലോടെയൊന്നും വേണ്ട, ഞാൻ സെന്റി അടിച്ച് കരഞ്ഞു പോകും. എന്തായാലും എനിക്കിനി കുറെ നാള് റെസ്റ്റ് എടുക്കാല. നിന്റെ വളർത്തുവന്റെ പണികളും മറ്റും പോയല്ലേ? നിന്റെ പണി പോയല്ലേ? അതെങ്ങനെ അറിഞ്ഞു? ഞാൻ രാവിലെ തന്നെ അറിഞ്ഞിരുന്നു.
ഒരു 3 ലക്ഷം രൂപ തികച്ചുണ്ടായിരുന്നെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങായിരുന്നു. 3 ലക്ഷത്തിന് എത്ര കുറവുണ്ട്? ഒന്ന് നോക്കിയോട്ടെ. ഓ 10 രൂപയ്ക്ക് വെച്ച് ചായ കുടിച്ചു. ബാക്കി 2,99,930 രൂപയുടെ കുറവുണ്ട്. ഉണ്ടാവോ തരാൻ? അല്ല, അങ്ങോട്ട് തരാനുള്ള വാടകയോടെ എല്ലാം കൂടി ചേർത്ത് തരാം. സഹായിക്കാനായിട്ട് ആരുമില്ല, സ്വന്തം എന്ന് പറയാനായിട്ട് അച്ഛനും ഇല്ല, അമ്മയില്ല. ആകെയുള്ള സമ്പാദ്യം ഈ പാട്ട സൈക്കിൾ മാത്ര. പാട്ട എന്റെ അപ്പൻ. നിങ്ങൾ കാണുന്നില്ല എന്റെ പ്രശ്നങ്ങൾ. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ എന്റെ അച്ഛന്റെ മോൻ കണ്ടോ? എന്താ ഗെറ്റപ്പ്, എന്താ പ്രൗഢി. കണ്ടാലൊരു ജന്മിയാണെന്ന് തോന്നും. അതേടോ, അതൊരു സത്യ. നിന്റെ അച്ഛൻ ഒരു ജന്മിയായിരുന്നെന്ന് എന്റെ അമ്മ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. തൊട്ടടുത്ത ഗ്രാമവുമായുള്ള ശത്രുതയിൽ പടവെട്ടി മരിച്ച കഥയും പറഞ്ഞിരുന്നു. അമ്മ എപ്പോഴെങ്കിലും ഞങ്ങളുടെ നാട് എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിരുന്നു, പക്ഷെ നിന്നോട് അതൊരിക്കലും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ആ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നിന്റെ അമ്മയുടെ മുഖത്ത് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ നീ ഇപ്പൊ 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പം പറയാതിരിക്കാനും പറ്റുന്നില്ല. ഇത് നിന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാ. എന്താ ഇത്? നീ ജനിച്ചപ്പോൾ നിന്റെ അച്ഛൻ നിന്റെ പേരിൽ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന്റെ പേപ്പറാ. 3 ലക്ഷം. അന്ന് 3 ലക്ഷം എന്ന് പറഞ്ഞാലേ വലിയ തുകയാ. ഇന്നിപ്പോ ഇത് എത്രയായിട്ടുണ്ടാവും? അതിന്റെ കണക്കൊന്നും എനിക്കറിയില്ല. നീ പ്രായപൂർത്തിയാകുമ്പോ 10-30 ലക്ഷം രൂപ കിട്ടുന്ന എന്തോ പദ്ധതിയാന്ന എന്നോട് പറഞ്ഞു. നീ എന്താ ആലോചിക്കുന്നത്? 30 ലക്ഷം. കേശുമാമ, ആ 3 ലക്ഷത്തിന് ഒരു ഓട്ടോ, ബാക്കി 27 ലക്ഷത്തിന് വാട്ടർ ഫ്രണ്ടേജ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലാറ്റ് കിട്ടൂ. ഓടാ, നീ ആ പോസ്റ്റ് ഓഫീസ് അവിടെ ഒന്ന് പോയി നോക്ക്. അല്ല, ആ ഈ നാട് എവിടെയെന്ന് പറഞ്ഞില്ല. കുറച്ച് തെക്കാ, രാവണപുരത്തിനപ്പുറം രാമപുരം. ए भैया बाकी ले लो। अरे भाई साहब, ये साइकिल पार्क करने के लिए कितना पैसा चाहिए? 1 घंटे के लिए 3 रुपए, 1 दिन में 50 रुपया, 500 रुपया 1 महीने के लिए। ये भाई साहब, ये साइकिल बेचेगा तो तेरा पैसा नहीं मिलेगा. ये तेरी झग भरी चीज कौन खरीदेगा भाई? ഓടാ മൊട്ടെ, തുരുമ്പ് നിന്റെ മൊട്ട തലക്കാടാ. ये अशोक इधर आ। क्या जमाना है। ഇവനിപ്പോ എന്താ ചെയ്യാ? തിരിച്ചു വീട്ടിൽ കൊണ്ടുവയ്ക്കാന്ന് വെച്ചാൽ ട്രെയിൻ മിസ്സാവും. आप लोगों की मदद की सख्त जरूरत है। സംസാരം കേട്ടിട്ട് മലയാളി അച്ഛനാന്ന് തോന്നുന്നു. बर्तन को और कोई भी चीज है, ദുരിതാശ്വാസ पीड़ित लोगों को मदद कर। आप ഈ लोगों കുഞ്ഞാടിനെ ആ से അച്ഛനെ ഡേയ്, ഏൽപ്പിക്കാം. നീ എന്നെ ദാനം കൊടുക്കാൻ പോവേണ? पुण्य कमाओ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ മലയാളി തന്നെയാണല്ലേ. ഒരു സൈക്കിള് എന്റെ പേരിലെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടാൽ എന്നെക്കാൾ മൂത്തതാണെങ്കിലും എപ്പോഴും സ്ട്രോങ് ആ. വെറുതെ തലക്കിട്ട് അടിക്കലടാ പുല്ല്. എന്റെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു തിരുവനന്തപുരത്തുകാരൻ വീട് മാറിപ്പോയപ്പോ എനിക്ക് തന്നിട്ട് പോയതാ. ബെല്ല് കേട്ടോ? ഇവന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കില് ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ ഇവൻ പറഞ്ഞേനെ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും നീ കേട്ടില്ലേടേ? ഇവനെ പിരിയാൻ മനസ്സുണ്ടായിട്ടല്ല, എന്റെ ഒരു അവസ്ഥ കൊണ്ടാ. മാത്രല്ല, ഞാൻ നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാ പിന്നെ കാറിൽ മോട്ടോർസൈക്കിളൊക്കെ നടത്തും. പിന്നെ ഈ തുരുമ്പോട്ട് ഒരു കാര്യമില്ല. എടാ തെണ്ടി, അതുകൊണ്ട് അച്ഛനിത് എടുത്തു. സൂക്ഷിച്ച്. എടാ ഇത്രയും കാലം നിന്നെ ഞാൻ ചുമന്നോണ്ട് ഓടിയതാണ്. ആ എന്നെ നീ ഉപേക്ഷിച്ച് പോണല്ലേ? നീ കണ്ടോ, എന്നെ കൊണ്ട് നിനക്ക് ആവശ്യം വരും. കേട്ടടാ തെണ്ടി, അത് ഗ്യാരണ്ടി. ഈശ്വരൻ തിരക്ക. ഫയർ മലയാളി തന്നെ. ഹലോ ഹലോ, ഞാനിപ്പോ ട്രെയിനിലാണ്. ഇത് ആരാണിപ്പോ വിളിക്കുന്നത്? ഞാനാണ് വിളിക്കുന്നത്. അത് ശരി, ഇത്ര അടുത്ത് നിന്നാണ് താൻ ഫോണിൽ വിളിച്ച് സംസാരിക്കണത്? ഞാൻ ഫോണിലല്ല, നേരിട്ടാണ് ഹലോ എന്ന് വിളിച്ചത്. ഓ, എന്താ കാര്യം? എന്താ?
ഇതെന്റെ സീറ്റാണ്. വീട്ടിൽ നിന്ന് കൊണ്ടെന്നാ? ഇത് എന്റെ പേരിൽ ബുക്ക് ചെയ്ത സീറ്റാണ്. ഓഹോ. എന്തെങ്കിലും കാണാണ്ട് അല്ല, പോയല്ല. ഈ സീറ്റിൽ എവിടെയാണ് തന്റെ പേര് എഴുതി വെച്ചങ്ങനെ നോക്കിയതാ? അതെ ശരി. എന്റെ പേരെഴുതി ചാർട്ട് പുറത്തിരിപ്പുണ്ട്. പുറത്തിരുന്നോന്ന് ആണോ? അയ്യോ, എടോ, പുറത്ത് വാ. എടോ, belt ഇട്ടിരിക്കണ 5-6 വർഷമായിട്ട്. അയ്യോ. ഒരു വകതിരിവില്ലാത്ത മലയാളി. Come on! Jaldi! Come, come! Catch! Catch! Come on! Hey! You can do it! Come! Come, 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 come! Come, come, fast, fast! Yeah! Okay? ഞാനെവിടെയാ? സോറി. മലയാളിയാ? മലയാളിയാണല്ലേ? ആ, അതാ സഹായിച്ച ആളെ പിടിച്ച് താഴേക്ക് വലിച്ചിട്ടത്. റിയലി സോറി. സോറിയല്ല, കീറി. അപ്പോൾ മൊത്തം കീറി. എവിടെ? നോക്കടാ, എന്തൊക്കെയായിരുന്നു ഇവിടെ. കമോൺ കമോൺ എവരിബഡി കം ഫാസ്റ്റ് കംഫർട്ട് സ്റ്റേഷൻ. ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഈ റോട്ടിൽ കൂടി പോണ പെമ്പിള്ളേരെ മുഴുവൻ ട്രെയിനിൽ വലിച്ചു കയറ്റാൻ നീ ആരാ? ഷാറുഖ് ഖാനാ? കൈവിട്ടിട്ട് മാറിക്കടാ. കുട്ടി, ഞാനാണ് ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. കുട്ടി അകത്തേക്ക് കയറിക്കോളൂ, കയറിക്കോളൂ. താങ്ക് യു. ആ, മലയാളി അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. അതെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. എനിക്ക് എന്റെ നാട് വരെ എത്തുമ്പോഴത്തേക്ക് ഒരു നേരം പോക്ക് വേണം. ജസ്റ്റ് ഫോർ എ ടൈം പാസ്. കിട്ടാ? अरे मैं पूछता हूँ कौन से खींचा? പറയരുത് പ്ലീസ്, പറയരുത്. എനിക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ? അല്ലാതെ അകത്തിയെടുത്ത് തരാം. ഞാൻ അകത്താക്കി തരാം. ട്രെയിനകത്ത് പ്ലീസ് പ്ലീസ് പറയരുത്, പറയരുത്. आपको मालूम है कौन से खींचा? मुझे पता नहीं, मगर एक आदमी इधर से भाग के चला गया. साले चल. എന്തേടോ? എന്നെ വരയ്ക്കാൻ
കറക്റ്റ് ആണിത്. ആ കൈ എങ്ങനെ പിടിച്ചത്? ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഈ പടം. അതെടുക്കരുത്, അത് ഞാനാണ്. അല്ല ഞാനല്ല. കറക്റ്റ് ആണ്, താൻ തന്നെയാണ്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സീറ്റിലിരിക്കുന്ന സുന്ദരിയായ യുവതി ഇയാളെ നോക്കി വരച്ച ചിത്രമാണിത്. എങ്ങനെയുണ്ട്? മോശമാക്കരുത്. അയ്യോ, ദേഖോ ദേഖോ, യേ ഉസ്കാ ചഹരാ ഹൈ. ബന്ദർ ഹൈ ബന്ദർ. അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ ചെവി, അതേ ചുണ്ട്. എന്റെ പൊൻ. ആ, കുട്ടി ഇത്രയും വലിയ കലാകാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ മുഖം അങ്ങനെ തന്നെ ഒപ്പി വെച്ചേക്കണത്. ഒളിച്ചിൻ ചെയ്ത് വെച്ച പാല് പോലും കണ്ടുപിടിച്ചില്ലേ? കൺഗ്രാറ്റുലേഷൻ. തരില്ല. ഓക്കെ. അയ്യോ, വേണമെങ്കിൽ പോവാണോ? അതെ, ഒന്ന് നിന്നേ, ഒന്ന് നിക്കൂ. അയാള് പറയുന്ന കേട്ട് വിഷമായോ? കുട്ടിയെ മീറ്റ് ചെയ്തപ്പോ മുതല് ഞാൻ വെറുതെ ഫൂളായിക്കൊണ്ടിരിക്കും. ഞാൻ കരുതി ജന്മന ഫൂളാണെന്ന്. സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. യു ആർ റിയലി സ്മാർട്ട്. പക്ഷേ ഒരു സംശയം, എന്നെ വരച്ചപ്പോ കൊരങ്ങിനെ പോലെ വന്നെന്താ? കൊരങ്ങിനെ നോക്കി വരച്ച കൊരങ്ങിനെ പോലല്ലേ വരുള്ളൂ. അപ്പോ എന്നെ കണ്ട കൊരങ്ങിനെ പോലെ ഉണ്ടാവും. അയ്യോ, ഞാൻ ദാ ആ കൊരങ്ങിനെ നോക്കിയാ വരച്ചത്. ആ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എന്റെ രാമ. രാമാന്നോ? എന്റെ പേരറിയോ? അയ്യോ, ഞാൻ ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് രാമൻ എന്നാ. മുഴുവൻ പേര് രാമചന്ദ്രൻ. അത്രയ്ക്ക് അടുപ്പുള്ളവരെന്നെ രാമു എന്ന് വിളിക്കും. എങ്കിൽ ഞാൻ രാമു എന്ന് വിളിക്കാം. എത്ര പെട്ടെന്നാ നമ്മൾ തമ്മിൽ അടുത്തത്. എന്റെ കൃഷ്ണ. കൃഷ്ണന്നോ? ഇയാൾക്ക് എന്റെ പേരറിയോ? ഞാനും ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് കൃഷ്ണ എന്നാ. മുഴുവൻ പേര് കൃഷ്ണേന്ദു. കൂടുതൽ അടുപ്പമുള്ളവര് കൃഷ്ണ എന്ന് വിളിക്കും. എങ്കിൽ ഞാനും കൃഷ്ണ എന്ന് വിളിക്കും. ഷോർ. ഹലോ. ഹലോ. ഈ PhD എന്ന് പറഞ്ഞ പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എനിക്കറിയൂ. ഇത്രയും വിദ്യാഭ്യാസം എനിക്കില്ല. പിന്നെ എന്റെ കാര്യം എന്ന് വെച്ചാല് പൂന സിറ്റിയിലെ തിരക്കറിയാലോ. ഒരു ദിവസം സൈക്കിളില് 100 ചാക്ക് ബിരിയാണി അരി എത്തിക്കും. പഴയ പോലെ ഒന്നുമല്ല, ഭയങ്കര കോമ്പറ്റീഷനാ. ഇനിയിപ്പോ ഒരു ഓട്ടോറിക്ഷ ഇല്ലാണ്ട് പിടിച്ചിക്കാൻ പറ്റില്ല. പിടിച്ചു നിൽക്കണമെങ്കിൽ ഓട്ടോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു വടിയായാലും മതി. എന്റെ പോടും. ഓ, ഇപ്പൊ എവിടെ പോകുന്നു? രാമപുരം. ആഹാ, എന്റെ വീട് രാവണപുരത്താ. അതിനടുത്തായി രാമപുരം. അപ്പോ നമ്മള് രണ്ടുപേരും ഒരു സ്റ്റേഷനിലാ ഇറങ്ങുന്നേ. ആഹാ, ഞാൻ ഓർമ്മ വെച്ചിട്ട് ഇവിടേക്ക് ആദ്യമായിട്ടാ. ഈ 2 ഗ്രാമങ്ങൾക്കും കൂടി ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു കോവിൽ. ഗ്രാമങ്ങൾ തമ്മിൽ കോവിലിന്റെ പേരിലുള്ള അവകാശ തർക്കം ഇന്നും ബാക്കിയാ. ഓ, അത് പോട്ടെ, എന്തിനാ പോകുന്നേ? അവിടുത്തെ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോണം. അതെന്താ പൂനെയില് പോസ്റ്റ് ഓഫീസ് ഇല്ലേ? കളിക്ക് കളി 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 കളി. അവിടുത്തെ പോസ്റ്റ് ഓഫീസില് അച്ഛനും അമ്മയും എന്റെ ചെറുപ്പത്തില് എന്റെ പേരിൽ കുറച്ച് പൈസ ഇട്ടുണ്ടായിരുന്നു. അതിപ്പോ പെരുത്ത് വലിയൊരു തുകയായിട്ടുണ്ടാവും. പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ ലക്ഷപ്രഭുവാ, ലക്ഷപ്രഭു. ആ പോസ്റ്റ് ഓഫീസ് കത്തി പോവാതിരുന്നാ മതിയായിരുന്നു. നാരിയൽ കപ്പാനി സ്ത്രീകളുടെ സൗന്ദര്യത്തിന് ദിവസവും ഓരോന്ന് കഴിക്കുന്ന നല്ലതാ. ഏ ഭായ് സാബ്, ഏക് നാരിയൽ പാനി. नहीं സ്ട്രോ नहीं चाहिए. ഈ സ്ട്രോയൊക്കെ ആരുടെയൊക്കെ വായിലിട്ടാന്ന് ആർക്കറിയാം. നമ്മൾ ഈ സ്ട്രോ കുടിച്ചിട്ട് കളയില്ലേ? ഇവന്മാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറക്കെടുത്ത് പാക്കറ്റിൽ വെക്കും. പിന്നെ വൃത്തിയും വെടിപ്പും അറപ്പും സംസ്കാരമുള്ള തോമാരെ ഈ സ്ട്രോ എടുത്ത് ഇങ്ങനെ വലിച്ചു കുടിക്കൂ. പോരാത്തതിന് പകർച്ചവ്യാധിയും വരും. हाँ कितने? 30 रुपए. 30 रुपया? डिस्काउंट नहीं है? नहीं, डिस्काउंट नहीं है. हाँ, ये केरल का नारियल पानी है? ये पोल्लाची का है. पोल्लाची का? ബാക്കി പൈസ ദേ ദോ നാ. മലയാളീസിനെ മണ്ടന്മാരാക്കണ്ട. ഇതൊക്കെ ചോദിച്ചു മേടിച്ചില്ലെങ്കിലേ തരില്ല. ഞാൻ ആരാ മോൻ? क्या आदमी है साला? സ്റ്റേഷന്റെ പുറത്ത് ഇനി 20 രൂപ ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാരെ പറ്റിക്കണ പറ്റിക്കലേ. എന്തായാലും കുടിച്ചോളൂ. ഇപ്പൊ തരാ. ഇതുപോലെ ഞാൻ എന്നും ചെയ്യണതാ. നോ ടെൻഷൻ, സിമ്പിൾ. ഈ നിത്യാഭ്യാസി ആന എടുക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്.
അതെന്തായാലും അകത്തേക്ക് വരില്ല. തനിക്ക് കുടിക്കണമെങ്കിൽ താൻ പുറത്തു പോയി കുടിക്കണോ? ഓടോ. ഞാൻ പോയിട്ട് കാര്യമില്ല, താൻ തന്നെ പോണം കുടിക്കണമെങ്കിൽ. ഒരു സ്ട്രോ കിട്ടിയായിരുന്നു വലിച്ചു കുടിക്കായിരുന്നല്ലേ? അപ്പൊ ഈ പുള്ളി എന്താ പറഞ്ഞത്? വൃത്തിയും വിനയവും സംസ്കാരം ഇല്ലാത്തവരെ സ്ട്രോ ഇട്ട് കുടിക്കോളൂ. ഓരോരുത്തരും പകർച്ചവ്യാധിയും വരുമെന്ന് ഇപ്പൊ കിടന്ന് ആദ്യം പിടിക്കുന്ന കണ്ട. മോളെ മാവന്റെ വയറ് തള്ളി തന്നെ. അയ്യോ അയ്യോ അയ്യോ. കുട്ടി പെട്ടെന്ന് പെൻസിലും പേപ്പർ എടുത്ത് വരച്ചോ. ഹനുമാ മലയൊക്കെ വന്നിട്ട് കൂടെ ഫിഗറ ഫിഗർ വിട്ടു. എന്താ കുമ്പസാരിക്കുക? ഇന്ന് വല്ലതും നടക്കുവോ? പറ്റില്ലേ ബലം പിടിക്കണ്ട, വിട്ട് കളഞ്ഞേക്ക്. അല്ലെങ്കിൽ ഇവിടെ വല്ലതും പോകും. ഇപ്പൊ ശരിയാക്കി തരാം. എന്നാൽ ഇത് എവിടെന്ന്? നാരിയൽ പാനി. ഇതെങ്ങനെ? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. വാവ്. മുട്ടണ്ട, തുറക്കില്ല. അതല്ല, എന്തോ ഒരു സാധനം നേരെ വന്ന് എന്റെ തലയിൽ ഇടിച്ച്. നേരെ ചൊവ്വേന്ന് മംഗൾയാൻ വന്നിടിച്ചതായി. അതൊന്നും അല്ല. ഈ കുടിക്കൂ. താങ്ക് യു. ഞാനിത് വലിച്ച് കീറട്ടെ? വേണ്ട, ട്രെയിൻ പാവോ. എന്നാലും വേണ്ട. എന്നാ തന്നെ വലിച്ച് കീറട്ടെ? അയ്യോ, അതൊട്ടും വേണ്ട. ഈ സ്റ്റേഷനില് ചായ ചായ പഴയ പഴം ഒന്നുമില്ലേ? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അയ്യോ. എന്താ ഇത്? കുത്തബ് മീനാറോ? രുദ്ര, എന്താ ഇതൊക്കെ? ഞാൻ ഇന്നലെ വന്ന് റൂം എടുത്തല്ല സെറ്റപ്പ് ആക്കി. എന്റെ കൈ കൊണ്ട് ഞാൻ തന്നെ കുക്ക് ചെയ്ത ഭക്ഷണം മോക്ക് തരണമെന്നാ മുതലാളി പറഞ്ഞ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഏർപ്പാടാക്കാം. കുറവാ? ഇത് തന്നെ 10 പേർ കഴിക്കാനുണ്ട്. ഒറ്റയടിക്ക് കഴിക്കൂ. കണ്ടാ പറയില്ലട്ടാ. കേട്ടില്ലേ? ഇത് കണ്ട എല്ലാരും എന്നെ കളിയാക്കും. ഒന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടോ? അത് ഹലോ അച്ഛാ. മോള് രുദ്രനെ ചീത്ത വിളിക്കുകയാണോ? എന്തിനാ അച്ഛാ ഇത്രയും ഭക്ഷണം കൊടുത്തു വിട്ടത്? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്കത് കുറവായിട്ടാ തോന്നിയത്. അച്ഛാ, മോള് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങിക്കോ. ഉറക്കം ഒഴിച്ച് പടം വരച്ച് ആരോഗ്യം കളയരുത്. എന്തു പറ്റി? അച്ഛൻ വഴക്കു പറഞ്ഞു. പടം വരയ്ക്കുന്നത് അച്ഛന് ഇഷ്ടല്ല. ഈശ്വരൻ തന്ന ഈ കഴിവ് ഒരു അനുഗ്രഹമായിട്ടല്ലേ കാണേണ്ടത്. വിഷമിക്കണ്ട, എനിക്കിഷ്ടായി. അതെ, നല്ല വിശപ്പുണ്ട്. ഇതിന്ന് കുറച്ച് ഭക്ഷണം തന്നാ ഞാനത് കഴിച്ചിട്ട് എവിടെയെങ്കിലും മിണ്ടാതെ കിടന്നോളാം. നല്ല ടേസ്റ്റ്. കുറച്ച് കൂടുന്നോ? കുറച്ച് കൂടുന്നുണ്ട്. തന്റെ നാക്ക് ശരിയല്ല, താൻ കഴിക്കണ്ട. ഏയ് ചേട്ടാ, കഴിക്കേ. ആ സാമ്പാർ ഇങ്ങോട്ട് കുത്തി ഒഴി, മറിക്കങ്ങോട്ട് മറിക്കങ്ങോട്ട് തോണ്ടി കളിക്കണം. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തന്നാലേ അങ്ങനെ വലിച്ചു വരുത്തുന്ന ശീലമില്ല എനിക്ക്. ശീലണ്ട. ജയിലിൽ നിന്നാണോ വരുന്നേ? മിക്കവാറും ഞാൻ ജയിലിൽ പോകും. കുഞ്ഞ്, ഞാൻ അപ്പുറത്തെ ബോഗയിലുണ്ട്. എന്റെ അച്ഛനെ വിളിച്ചാൽ മതി ചേട്ടാ. വിളിക്കാം. താങ്ക്സ് മസലേട്ടാ. ഓ ഓ. ഇതെന്ത് ജീവി? ഒരു മങ്കി ക്യാപ്പ് വെച്ചിരിക്കണ കണ്ട. എന്നാന്ന്? മങ്കി ക്യാപ്പ് ഇട്ടിട്ട് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ആലോചിക്കായിരുന്നു. ഫാൻ കറങ്ങുന്നില്ലല്ലോ. ശരിയാ, കറങ്ങണില്ല. ഞാനൊന്ന് നോക്കാം. ഏയ് വേണ്ട, സാരില്ല. സാരുണ്ട്, ഞാനിപ്പോ ശരിയാക്കി തരാം. സാരില്ലെന്നാ കുട്ടി പറഞ്ഞില്ല, പിന്നെ തനിക്കെന്താണോ? സാരുണ്ട്. ഇത് ശരിയാക്കി ഇവിടെ എല്ലാവർക്കും കാറ്റ് കിട്ടൂലേ? ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിക്കുമ്പോ അപ്പ കയറി അങ്ങോട്ട് മുടക്കിക്കോളും.
എന്താണോ ഈ ഫാൻ കറങ്ങിയ തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ് ചേച്ചി ഉറങ്ങിക്കോളൂ. കൃഷ്ണ ലൂസ് കോണ്ടാക്ട്. സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേ. ഓക്കേ. ഒരു അശ്രദ്ധ മൂലം കാറ്റ് കിട്ടാണ്ട് പോയനെ ഇപ്പോ. ബ്രെയിനെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല. യൂസ് ചെയ്യണം ജസ്റ്റ് കോമൺ സെൻസ്. എവിടെ ഇടുക്കിയിലെ കറണ്ട് വരെ കളഞ്ഞല്ലാടോ. തനിക്കൊക്കെ എന്തിനു കേടാടോ? മര്യാദക്ക് വെളിച്ചത്തിൽ ചേച്ചി ചേച്ചി ആ പാവത്തിനെ ചീത്ത പറയല്ലേ. ഇവിടെ ചവിട്ടിക്കുട്ടി കുഴക്കം ഞാൻ ഇന്നവനാ. അവന്റെ അമ്മയുടെ കോമൺ സെൻസ്. നീ ആരാ? പള്ളി ബസ്സിൽ എഞ്ചിനീയറാ? പോയി മേനകെട്ടവൻ മൊത്തത്തിൽ ഇരുട്ടാക്കിയിട്ട് ബാക്കിയുള്ളവന്റെ സീറ്റ് എവിടെ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്കറിയാം എന്റെ സീറ്റ് കണ്ടുപിടിക്കാൻ. എന്താടി കാണിക്കുന്നേ? ക്ഷമിക്കണം മകളെ, ഇരുട്ടത്ത് എനിക്കിങ്ങനെ പറ്റാറുള്ളതാ. സീറ്റേ എവിടെയാണ് സീറ്റ്? ഇതുപോലൊരു കാഴ്ച കാണാൻ പറ്റില്ല. താങ്ക് ഗോഡ്. കുറച്ചു മുമ്പ് നിങ്ങളൊക്കെ ഈ മനുഷ്യനോട് ചൂടായി. ഈ ട്രെയിൻ ഇവിടെ നിന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര നല്ലൊരു കാഴ്ച കാണാൻ പറ്റുമായിരുന്നോ? അതെ സോറി. അച്ഛാ, അരമണിക്കൂറിനുള്ളിൽ അവരെത്തുമെന്ന്. വരട്ടെ. അവർ നമ്മുടെ ആതിഥ്യ മര്യാദയിൽ അത്ഭുതപ്പെടണം. അവരവരുടെ നാട്ടിൽ നമ്മളെ കുറിച്ച് പാടിപ്പുകഴ്ത്തണം. മനസ്സിലായോ? അന്നപൂർണേശ്വരി കാത്തോളണേ. നരസിംഹ, അതിഥികളുടെ തൃപ്തിയാണ് അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം. അത് മറക്കണ്ട. ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങാം. പൂജ മുടക്കാൻ പറ്റില്ല. സർ, ഇവിടെ നിന്നാണ് രാവണപുരം തുടങ്ങുന്നത്. ഏകദേശം 5000 ഏക്കർ ഭൂമിയാണ് ഈ രാവണപുരം. ബ്യൂട്ടിഫുൾ വില്ലേജ്. നോ സർ, ഫൂൾസ് വില്ലേജ്. വിഡ്ഢികളായതുകൊണ്ടല്ലേ സാറിന്റെ കോർപ്പറേറ്റ് കമ്പനിക്ക് 2000 ഏക്കർ സ്ഥലം ഇവര് തീരെഴുതി തരാന്ന് പറഞ്ഞത്. 10 അടി താഴ്ത്തിയാല് ഇവിടെ മുഴുവൻ പാറയാണെന്നാണ് ഈ മണ്ടന്മാരുടെ വിചാരം. പാറയെല്ലാം ഗ്രാനൈറ്റ് ആണെന്ന് നമുക്കല്ലേ അറിയൂ. പിന്നെ ബാക്കി 3000 ഏക്കർ. അതീ കിഴക്കേക്കോട്ടയിൽ നരസിംഹനെ വളച്ച് ഞാൻ പുഷ്പം പോലെ മേടിച്ചു തരും. പോരെ? അയാളാണല്ലോ ഈ മണ്ടന്മാരുടെ മരമണ്ടൻ രാജാവ്. സർ, ഇതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ നരസിംഹന്റെ പേരിൽ 100-ലേറെ ക്രിമിനൽ കേസുകളുണ്ട്. പോലീസും നിയമം അയാളെ ഭയപ്പെടുന്നു. ഒന്ന് പോവാൻ പറയേ. ഞാനേ ബോംബെ വിറപ്പിച്ചിരുന്ന എത്ര കൊലകൊമ്പന്മാരെ ഡീൽ ചെയ്തിട്ടുള്ള ആളാന്നറിയോ? പിന്നെയാണ് ഈ പട്ടിക്കാട്ടിലെ നരച്ചിമ്മ.
യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ സുഖായിരുന്നു. മഹേഷ് ശർമ്മ. ഞാൻ നരസിംഹൻ. ഇതെന്റെ ഭാര്യ രാജലക്ഷ്മി. ഓ, ഇത് മൂത്ത മകൻ സൂര്യസിംഹൻ. അത് രണ്ടാമത്തെ മകൻ ചന്ദ്രസിംഹൻ. ഇളയത് മോള, പൂനെയിൽ പഠിക്കും. അല്ല, ഈ നാട്ടില് സ്കൂളൊന്നുമില്ലേ? ഈ പാവങ്ങളുടെ പേരിലാണോ 100-ലേറെ ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞത്? മീശയും താടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടറിഞ്ഞൂടെ മരമണ്ടന്മാരാണെന്ന്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല എന്റെ സാറേ, നിങ്ങളൊക്കെ ഭയങ്കര ഗുണ്ടകളാണ്, ഇപ്പൊ ഇറങ്ങിയ ഉടനെ വെട്ടിക്കളയും കുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വെറുതെ പേടിപ്പിച്ചിരുന്നു. മുത്തു, നോക്കി കണ്ടൊക്കെ ചെയ്തൂടെ? അന്നപൂർണേശ്വരി തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇവിടെ നേർച്ചയിടേണ്ടി വരുമോ? അങ്ങോട്ട് ഇതെന്താ വീടിനകത്ത് പശുത്തൊഴുത്ത്? ഗോക്കൾ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. ഓ, ഗോപരിചരണം ഇവിടുത്തെ ആചാരമാണ്. ഓ, പക്ഷെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എവര് തുണി കൊടുക്കും, കന്നുകാലികൾ തുണി കൊടുക്കൂല. Sir, when can we see the documents? ഹലോ, എന്തോന്ന് എവരോടൊന്ന് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ABCD അറിഞ്ഞുകൂടാത്ത ടീമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അതായത് ബോംബെയിലൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ഗുണ്ടകളുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ സാധാരണ 5% കമ്മീഷനാണ് കൊടുക്കാറ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം മര്യാദയ്ക്ക് സഹകരിച്ച 10% കമ്മീഷൻ. എന്തു പറയുന്നു? ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ, ഭക്ഷണം കഴിച്ചിട്ടാവാം ബിസിനസ്. ഇവിടെ നോണൊന്നും ഇല്ലേ? ഞങ്ങള് വെജിറ്റേറിയൻ ഫാമിലിയാ. എന്തോന്ന് വെജിറ്റേറിയൻ? ഒരു പശുവിനെ തലക്കടിച്ചു ഒന്ന് കറി വെച്ചൂടെ? ഇതെന്തോന്ന്? ചീരച്ചട്നിയാ. കളർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചാണകമാണെന്ന്. അയ്യോ, ഹലോ, കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചേ. ആ, അതെ അതെ, എടാ ഡീലൊക്കെ കഴിഞ്ഞു. ഇറ്റ്സ് സിമ്പിൾ. ഞാൻ വരുന്നു, കാര്യങ്ങൾ ഓക്കെ ആക്കുന്നു. ഇനി ടൗല് പ്രത്യേകം പറ. ആ, അതൊന്നും ഒരു കുഴപ്പമില്ലടാ. ആ ആ, ഓക്കെ ഓക്കെ. വയസ്സാം കാലത്ത് അങ്ങനെ ഒറ്റയ്ക്കങ്ങ് സൂയിക്കാണ് കള്ളേ. കല്യാണമൊന്നും കഴിക്കണില്ലേ? ഇല്ല, അകത്തെ സെറ്റപ്പ് പോലെ വേറെ വല്ലതൊക്കെ ഉണ്ടോ? കൊച്ചു കള്ള ഒന്ന് വിടാതെ നടക്കണേ. സൽക്കാരത്തിൽ ഞങ്ങൾ അതിഥി ദേവോ ഭവ എന്ന മര്യാദ പാലിക്കുന്നവര്. പക്ഷേ എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. അകത്തിട്ട് കൊല്ലേണ്ടതായിരുന്നു. അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന തറവാടേത്. അവിടെ രക്തം വീണ അന്നപൂർണേശ്വരി രുദ്രകാളിയായി പാവം മാറും. അതുകൊണ്ട്
ചന്ദ്രസിംഹ, ഞങ്ങൾ ഇവിടെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടൂടെ നിനക്ക്? അവനെ തൂക്കിയെടുത്ത് അപ്പുറത്തെ ബലിക്കല്ലി കിടത്തി വെട്ടി നുറുക്ക്. പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടലില്ലാത്തതുകൊണ്ട് അൽവയും തൈരുസാദവും വെച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വണ്ടി കയറിയാട്ടെ. ഈ മണ്ണിൽ 10 അടി കുഴിച്ച ഗ്രാനൈറ്റ് ഉണ്ടെന്നറിയാത്ത മണ്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ വലിയ വലിയ കമ്പനികൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഈ ഗ്രാമത്തിലെ പാവങ്ങൾക്ക് തൊഴിൽ കിട്ടുമല്ലോ എന്നോർത്താ ഞാനിതിന് കൂട്ടുനിന്നത്. ചെല്ല്.